വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം, പിന്നെ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും ചെറിയ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മഴയായിരുന്നേ. ഇപ്പോൾ കുറച്ച് തോർന്നു. ഞാൻ രാവിലെ 5 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കുറച്ച് സമയം ഉറങ്ങി. കുഞ്ഞിപ്പോൾ എഴുന്നേറ്റില്ല കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഈ തുണി അലക്കുന്ന വീഡിയോ ഇപ്പോൾ ഈ സമയം ഒരു 9 മണി 10 ആയിട്ടോ. ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് അവൾ എഴുന്നേറ്റു. അതേപോലെ തുണി നനയ്ക്കാൻ വേണ്ടി വാഷിംഗ് മെഷീനിൽ ഇട്ടു കേട്ടോ. ഇത് പിന്നെ കോഴിക്ക് ഫുഡ് കൊടുക്കുക. പഞ്ചായത്തിൽ നിന്ന് എനിക്ക് കുറച്ച് കോഴീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞങ്ങൾക്ക് രാവിലെ ഫുഡ് കൊടുക്കുവാണേ. അത്യാവശ്യം കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു കോഴീനാണ് എനിക്ക് കിട്ടിയത്, 5 പേരെ. അതുകൊണ്ട് ഉഷാറായിട്ട് നിൽക്കുന്നു. പിന്നെ രാവിലെ കുറച്ച് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകാനുണ്ടായിരുന്നു. സാധാരണ ഞാൻ രാവിലെ പാത്രങ്ങളൊക്കെ തേച്ച് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് സമയം കിട്ടിയില്ല. രാവിലെ ഞാൻ 5 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റതാണ്. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേനും കുഞ്ഞ് എഴുന്നേറ്റ് വന്നു. പിന്നെ അവളെ കുറച്ച് നേരം മാനേജ് ചെയ്തു. ഹസ്ബൻഡ് കുറച്ച് നേരം നോക്കി. അങ്ങനെ കുറേ സമയങ്ങളൊക്കെ അങ്ങനെ പോയപ്പോൾ എനിക്ക് പാത്രം കൂടി കഴുകാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നത്തേക്ക് മാറ്റി വെച്ചു. പിന്നെ കുറച്ച് സമയം ഞങ്ങൾ ഉറങ്ങിയില്ല രാവിലെ. അതുകൊണ്ട് ഇങ്ങനെ ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നത്. അതിനിടയ്ക്ക് കുഞ്ഞ് ഓരോരോ സാധനങ്ങളൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ട്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ അവൾ അതിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേ ഇരിക്കും. ഒറ്റയ്ക്ക് നമ്മളൊരു കുഞ്ഞിനെയും വെച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു. എങ്ങനെ മാനേജ് ചെയ്യും, ഇവൾ നടക്കാറാകുമ്പോഴത്തേക്ക് എങ്ങനെ മാനേജ് ചെയ്യും. എല്ലാവരും പറയുമായിരുന്നു നടക്കാറാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു നടക്കാറായപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി ഫ്രീ ആയത്. അതിന് മുന്നേ കിടക്കുന്ന സമയം, മുട്ടിലൊക്കെ എഴയുന്ന സമയം, നടക്കാൻ തുടങ്ങിയത്, ഇരിക്കുന്ന ആ സമയമൊക്കെ ഭയങ്കര പാടായിരുന്നു. എപ്പോഴും അടുത്ത് ചെല്ലണമായിരുന്നു. ഇപ്പം അത്യാവശ്യം കുഴപ്പങ്ങളൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ ഞാൻ കിച്ചണൊക്കെ ഒന്ന് കഴുകിയിടുവാണ് കേട്ടോ. ഞാൻ പിന്നെ വാൾ ടൈലൊക്കെ ഒന്ന് കഴുകി കുറച്ച് നീറ്റൊക്കെ ആക്കി ഇടും. എപ്പോഴും എനിക്ക് അങ്ങനെയൊന്നും നോക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇവളുള്ളത് കൊണ്ട്. എന്നാലും എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ അടുക്കളയൊക്കെ ക്ലീനാക്കി ഇടാറുണ്ട്. ഈ സമയത്ത് എൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് ആൾ. ഇപ്പോൾ തന്നെ എൻ്റെ അടുത്തോട്ട് വരും കേട്ടോ. കാരണം കുറേ സമയത്ത് ഓരോ സാധനങ്ങളൊക്കെ കൊടുത്ത് പുള്ളിക്കാരൻ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് തോന്നും യോ എൻ്റെ അമ്മ അങ്ങനെ തോന്നും. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് എടുക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വഴക്കുണ്ടാക്കുവേ. അന്നേരം പിന്നെ കുറച്ച് സമയമൊക്കെ ഞാൻ എടുത്തുകൊണ്ടൊക്കെ ഓരോരോ പണികളൊക്കെ ചെയ്യും. കുറച്ച് സമയമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവൾ നോക്കിയാവും. എടുക്കാണ്ടിരിക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി ഇതേ വന്നു. ആൾ എടുക്കുന്നൊക്കെ പറഞ്ഞ് ആൾ വന്നിട്ട് എൻ്റെ അടുത്തിട്ട്. അങ്ങനെ ഞാൻ സിങ്കെല്ലാം കഴുകി കുറച്ച് പാത്രങ്ങളും കൂടി എടുത്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചേ. അപ്പോൾ തലേ ദിവസത്തെ മഴയ്ക്ക് നമ്മുടെ മുറ്റത്തൊക്കെ നിറച്ചും ചപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ഒന്ന് അടിച്ചു വാരണം. ഇത് ആൾ മുറ്റത്തുണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. അപ്പം കുറച്ച് ഞാനിങ്ങനെ അടിച്ചു കൂട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അവൾ വഴക്കുണ്ടാക്കി. പിന്നെ അവൾ ഏണയിൽ വെച്ചിട്ടാണ് ഞാൻ ബാക്കി മുറ്റമൊക്കെ അടിക്കുന്നത്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പാടാണ് ഏണയിലൊക്കെ വെച്ച് എങ്ങനെയാണ്. പക്ഷേ ഓരോ ദിവസങ്ങളിൽ ഓരോ ജോലികളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കത് മാനേജബിൾ ആയി തുടങ്ങി. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറേ സമയമൊക്കെ നടക്കും, എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കും പുള്ളിക്കാരി. അതുകൊണ്ട് പിന്നെ കുറേ സമയമെല്ലാം കഴിയുമ്പോൾ നമ്മളോട് പറയും എടുക്കെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെയാണ് ഓരോരോ ദിവസങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത്. അപ്പം എനിക്ക് പക്ഷേ ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് സമയം പോകുന്നൊന്നും അറിയത്തൊന്നുമില്ല. അങ്ങനെ ഞാൻ നമ്മുടെ ഫ്രണ്ട് വശത്തെത്തി. 2 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ 2 ദിവസം അടിക്കാണ്ടിരുന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ചപ്പെല്ലാം മുറ്റത്തുണ്ട്. കണ്ടില്ലേ എടുക്കെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വഴക്കുണ്ടാക്കും. പിന്നെ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുമ്പം നമുക്ക് പേടിയാണ്, എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ വരുവാന്നൊക്കെ ഉള്ളൊരു പേടി. അപ്പോൾ നമ്മളിങ്ങനെ കാലിലൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും, വഴക്കൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ എടുത്തേ. അപ്പം ഞാനത് അടിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അത്യാവശ്യം നമുക്ക് ഈ ഫ്രണ്ട് വശത്തേക്ക് ഒത്തിരി ഒന്നും ചപ്പില്ലെങ്കിലും നമുക്ക് സൈഡിലും നമ്മുടെ ബാക്ക് അങ്ങനെ കുറേയൊക്കെ നല്ല ചപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ നമുക്ക് ഒരുപാട് മരങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് വശത്തേക്ക് അത്രയും ഇതില്ല, എന്നാലും കുറച്ചുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ അവളെയും കൊണ്ട് ഇങ്ങനെ മുറ്റമൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയോ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാനിനി എന്നും വീഡിയോ ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.